വെൽക്കം ടു സെലീനാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഷെസ്വാൻ സോസ് ഉണ്ടാക്കേണ്ടതെന്നാണ്. നമുക്കങ്ങനെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം കശ്മീരി മുളകാണ്. കശ്മീരി ഉണങ്ങിയ മുളകാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു 50 ഗ്രാം മതി. പിന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ ഉണ്ടമുളക്. ഇത് നല്ല എരിവുള്ള നമ്മുടെ സാധാ ഉണ്ടമുളകാണ്. ഈ 100 ഗ്രാമിൽ നിന്ന് 50 ഗ്രാം നമ്മൾ മാറ്റിയെടുത്ത് അതിൽ നിന്ന് കുരുകൾ നമ്മൾ മാറ്റിയെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഴുവനും 100 ഗ്രാം ഉപയോഗിക്കണമെങ്കിൽ അതിൽ എരിവ് കൂടിപ്പോവും. അപ്പോൾ എരിവ് നമുക്ക് മൈൽഡായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് ആ 100 ഗ്രാമിൽ നിന്ന് 50 ഗ്രാം കുരുക്കൾ നമ്മൾ മാറ്റി വെച്ചു. അത് നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഇനി നമ്മൾ ഈ രണ്ടെണ്ണം കൂടി നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ ഒരു 30 മിനിറ്റത്തേക്ക് മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളത്തോട് തന്നെയാണ് നമ്മൾ അത് വേവിച്ചെടുക്കാൻ പോണത്. ഒരു 25-30 മിനിറ്റത്തേക്ക് നമ്മൾ നല്ലോണം അത് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അത് പേസ്റ്റ് ആക്കും. അപ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾ ഇത് മുക്കി വെച്ചു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനപ്പോൾ ഇതിലോട്ട് വേവിക്കാൻ വെച്ചു. മീഡിയം തീയിലാണ് വേവിക്കുന്നത്. വെള്ളം ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ചൂടുവെള്ളം അതിൽ കുതിരാൻ വേണ്ടി വെച്ച അത്രയും വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ പോണത്. മീഡിയം തീയിൽ ഒരു 25-30 മിനിറ്റത്തേക്ക്. അപ്പോൾ ഈ 25-30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം എല്ലാം വറ്റി ആകെ ഇത്രേ വെള്ളമേ ഉണ്ടാവുകയുള്ളൂ. അത് നല്ലോണം നമ്മൾ വേവിച്ചെടുത്തു. ഇനി നമ്മൾ ഒരു നേരിയതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇത് പേസ്റ്റാക്കി എടുക്കാൻ പോകണം. ഈ വെള്ളം നമ്മൾ കളയിൽ ആ വെള്ളത്തോട് തന്നെയാണ് നമ്മൾ പേസ്റ്റാക്കി എടുക്കാൻ പോണത്. പേസ്റ്റാക്കി എടുത്തു. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു ടോട്ടൽ 7 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനിവിടെ കുറച്ചേ ഒഴിക്കണുള്ളൂ. ബാക്കിയുള്ള എണ്ണ ഞാൻ പിന്നീട് ഒഴിക്കും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അര കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല നേരിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നല്ല ക്യൂബ്സായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമ്മൾ ഒന്ന് അതിൻ്റെ ആ പച്ചമണം പോണ വരെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ഒക്കെ നമ്മൾ ചേർക്കും. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. കാരണം നമ്മൾ പഞ്ചസാര ചേർക്കണത് കാരണം ഉപ്പ് അധികം വേണ്ട. അപ്പോൾ ടോട്ടൽ 7 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 7 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിന് ആവശ്യം. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് മാറണ വരെ നല്ലോണം ഒരു ചെറിയ തീര് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ മിക്സിയിലടിച്ചാൽ അതിലോട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും അതായെന്ന്. അതിൻ്റെ ഒരു പച്ചപ്പിൻ്റെ മണമൊക്കെ പോവും. ഞാനിപ്പം തീ കൂട്ടിയൊരു മീഡിയം ലെവലിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഒരു പച്ചപ്പ് മണം പോയി. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എരിവും നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് സോയാ സോസ് ഇട്ട് കൊടുക്കാം. സോയാ സോസ് ഒരു ടീസ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വിനാഗിരി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ. വിനാഗിരി ഇട്ട് ഒരു ഏകദേശം ഒരു 1/2 മിനിറ്റ് ആയിട്ടുണ്ട്. 1/2 മിനിറ്റ് ഞാൻ ചെറിയ തീര് വെച്ച് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. ആ വിനാഗിരിൻ്റെ ഒരു ആ മണം പോണ വരെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിലിടാൻ പോണത് കെച്ചപ്പാണ്. 3 ടേബിൾ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കെച്ചപ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിച്ചാലും മതി.
നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു. നമ്മൾ സോസ് ഇവിടെ റെഡി ആവാനായിട്ട് നമ്മൾ എങ്ങനെയാണ് അറിയാൻ പോകണമെന്ന് വെച്ചാൽ ആ എണ്ണ മേളിലൊന്ന് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും നമ്മളുടെ ഷെസ്വാൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം നമ്മൾ എന്തെല്ലാം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കശ്മീരി മുളക് 50 ഗ്രാം. പിന്നെ ഞാൻ റൗണ്ട് ചില്ലിയാണ് ഞാൻ എടുത്തത്. അത് റൗണ്ട് ചില്ലി വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ സാധാ നീളത്തിലും കിട്ടും റൗണ്ടുമായിട്ട് കിട്ടും. അത് 100 ഗ്രാം. 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ 50 ഗ്രാമിൻ്റെ സീഡ്സ് മുഴുവനും എടുത്ത് കളയണം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. പിന്നെ 7 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ടോട്ടൽ ഇതിൽ ഉപയോഗിച്ചേക്കണത്. 1 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് ഇഞ്ചി. അത് വളരെ ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തേക്കണത്, വളരെ വളരെ ചെറുതായിട്ട്. പിന്നെ പഞ്ചസാര 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണും ഉപയോഗിക്കാം, 1 ടീസ്പൂണും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ആ എരിവ് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിനാഗിരി 3 ടേബിൾ സ്പൂൺ. കെച്ചപ്പാണ് ഞാൻ ഉപയോഗിച്ചത്, ടൊമാറ്റോ കെച്ചപ്പ്. അത് 3 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിച്ചാലും മതി. പിന്നെ സോയാ സോസ് 1 ടീസ്പൂൺ. നമ്മളുടെ ഇപ്പോൾ ഷെസ്വാൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ തണുക്കാൻ വെച്ചേക്കണതാണ് ബാക്കി. നല്ലോണം തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഷെസ്വാൻ സോസ് കുറേ സാധനങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രൈങ്ങിന് ഉപയോഗിക്കാം, വീട്ടിൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിന് സോസായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പാസ്തയ്ക്ക് ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് എന്തിനും നമുക്ക് ഷെസ്വാൻ സോസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിൽ പ്രിസർവേഷൻസും എല്ലാം കെമിക്കൽസൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞറിയിക്കണം കമൻറ്റ് സെക്ഷനിൽ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.